ഹായ് മെമ്പറേ, തോണ്ടക്കിടം വരെയായി. ഓ, അടിസ്ഥാനം തോണ്ടി കെട്ടി. ഇനിയും പണി ഒരുപാടുണ്ടേ. നിങ്ങളുടെ വീട്ടിലെ പണിയുടെ കാര്യമല്ല ചോദിച്ചത്, കുടിവെള്ളത്തിന് വേണ്ടി പൈപ്പിടുന്ന ഒരു തോണ്ടലിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഇപ്പൊ JCB വെച്ചല്ലേ തോണ്ടുന്നത്, അതുകൊണ്ട് പണി നടക്കുന്നുണ്ട്. വർഷാവർഷം തോണ്ടൽ മാത്രമേ നടക്കുന്നുള്ളൂ. പെട്ടെന്ന് പൈപ്പിട്ട് വെള്ളം വരുത്തണം. ഞാനേ മെമ്പറാണ്, അല്ല പ്ലംബർ അല്ലേ. അതെ, പ്ലംബറിനെ കൊണ്ടുവന്ന് പണി തീർക്കേണ്ടതേ മെമ്പറുടെ കടമയാണ്, അത് മറക്കരുത്. ഈ പ്ലംബിങ്ങിൻ്റെ ഒക്കെ വർക്ക് ഫുള്ള് കൊട്ടേഷൻ എടുത്തേക്കെന്ന് ആരെന്നറിയാമോ? പ്ലംബർ മണിയൻ. അപ്പോൾ ഈ ആണ്ടിൽ വെള്ളം കിട്ടിയാൽ ഭാഗ്യം. പുള്ളി പണിയാൻ വരുമ്പോഴത്തേക്കേ അടുത്തേക്കൊന്നും പോവല്ലേ. അതെന്താടാ? പുള്ളിക്ക് ഗ്യാസിൻ്റെ അസുഖമുണ്ട്. അത് മുന്നാമ്പുറത്തൂടെയാണോ പിന്നാമ്പുറത്തൂടെയാണോ വരുന്നതിന് ആർക്കും യാതൊരു പിടിയുമില്ല. ഗ്യാസിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയില്ലേ. വീട്ടിൽ രണ്ട് കാലി കുറ്റിയിരിക്കുന്നു. പുള്ളി ഒന്ന് നിറച്ച് തരുമോ? ഊള കോമഡി അടിക്കാതെ മെമ്പറേ, അറിയാത്ത വിള ചെറിയുമ്പോൾ അറിയും. ശരി എന്നടേ, ഇവിടെ ചൊറിയണുണ്ടെന്ന് ഞാട്ടാമ്പുഴാണോ? ഈ മാസം പൈപ്പിൽ വെള്ളം വന്നില്ലെങ്കിൽ പഞ്ചായത്തിൽ വന്ന് ഞാൻ കരാവോ ചെയ്യും, പറഞ്ഞേക്കാം. ഓ ശരിയാകടേ. ആക്കിയാ മതി. മെമ്പറേ, അപ്പോൾ ഐശ്വര്യമായിട്ട് പണി തുടങ്ങട്ടെ. അപ്പൊ ലാഭം പറഞ്ഞാലും കാര്യമുണ്ടല്ലേ. എന്തായാലും ശരണം വിളിച്ച് തുടങ്ങിയില്ലേ, ഇനിയിപ്പോ പണി നടക്കട്ടെ. മെമ്പറെ, ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ്, അത് നാട്ടുകാരെ വെള്ളം കുടിപ്പിക്കാനുള്ള പഞ്ചായത്തിന്റെ പദ്ധതിയാണ്. കുഴപ്പമാടേ. രാവിലെ ആ ഹോട്ടലിൽ നിന്ന് ചാളിച്ച കറിയെല്ലാം കൂടെ വാരി കയറ്റിയപ്പോഴാണ് ഞാൻ പറഞ്ഞേന്. എന്താ നോക്കിയാ വളവിട്ട് നിങ്ങളെ ഊപ്പാടും പദപ്പാടും നോക്കി. ആന്ധ്രയിൽ പോയി മീൻ വിഴുങ്ങിയ ഇത് മാറുവോടെ. എന്ത് തിന്നാലും ഗ്യാസ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് അങ്ങ് വിട്ടാൽ മതി. നിങ്ങൾക്ക് ഞാനാണ് ഇവിടെ നിന്ന് അനുഭവിച്ചത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് നിങ്ങൾ ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഇരുന്ന് എല്ലാം അന്ന് ഓടി തള്ളിയല്ല. ഒരു മഹാത്മാഗാന്ധിയുടെ കാര്യം വേണ്ടായിരുന്നു ഇവിടെ. ആ മതി മതി, തള്ളി മതി. നീ പണി നിർത്താൻ. ആ വനജയുടെ കൊച്ചിന് ഫുൾ A+ കിട്ടിയല്ലേ. ഫ്ലക്സ് ഒക്കെ വയ്ക്കണ്ടേ? അനുമോദനമൊക്കെ വരുന്നുണ്ട്. എന്താ പറ, 3 ദിവസം കഴിഞ്ഞില്ലേ അവിടെ അനുമോദനം. അതിന് ഇപ്പോഴേ പോയി ഫ്ലക്സ് അടിക്കുന്നുണ്ട്. എന്താ കളിയായിരുന്നു. ഇതിൻ്റെ എല്ലാം പാടുമെല്ലാം നിങ്ങൾക്ക് അറിയാമോ? മില്ലി പോകണം, പട്ടിയെടുക്കണം, പിന്നെ അതടിക്കണം, അവിടെ പൈസ കൊടുക്കണം. ഈ ഫ്ലക്സ് കൊണ്ട് നമ്മൾ തന്നെ വയ്ക്കണ്ടേ? മനസ്സിലായോ? ശരി മെമ്പറേ, ഒരു കാര്യം ചെയ്യും. മെമ്പർ പോയിട്ടൊക്കെ തിരിച്ചു വാ. അപ്പോഴേ ഞങ്ങൾ രണ്ടും കൂടെ ഇതെല്ലാം ശരിയാക്കി വെക്കാം. ഇല്ലാത്ത പട്ടിയല്ലടി എന്നെ. ഇത്തിരി കടുപ്പം തന്നെ. എന്തോന്നാ നേരെ പീടാ, നേരെ പീടാ. അണ്ണാ, മറ്റേ സോളോ മാമനെ കണ്ടില്ല കേട്ടോ. ഏത് സോളം? ആ, അവിടെ കടയിൽ ചെന്ന് തിരക്കി. അപ്പോൾ കടയിൽ ചെന്നപ്പോൾ അടുത്ത ജംഗ്ഷനിൽ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോയും വിളിച്ച് 500 രൂപയും കൊടുത്താണ് ഞാൻ പോയി സോളോ മാമനെ കണ്ട്. പക്ഷെ വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊന്നും ഒട്ടിക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞ പൈപ്പ് ഒട്ടിക്കാൻ വേണ്ടി ഈ സോളോ മാമനെ വിളിച്ചോണ്ട് വരെ. അല്ല, അതെനിക്കറിഞ്ഞൂടാ, അതാരാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തൊരു വെച്ചാൽ അങ്ങനെ വന്നില്ലേ വല്ല വിഷയമുണ്ട്? പൈപ്പിനോട് ചേർത്ത് ഒട്ടിക്കുന്ന പശയുടെ പേരാണ് സോൾവെന്റ്. ഞാൻ എന്തൊരു ഒട്ടിക്കും. എന്നാ നമുക്ക് തുപ്പൽ വെച്ച് ഒട്ടിച്ചാലേ? തുപ്പല ശരിയാണല്ലേ, തുപ്പൽ. ഒരു കാര്യം, ചോറ് വെച്ച് ഒട്ടിക്കാം. എഴുന്നേരടാ. എന്താണ് പണിയറിയാത്ത ഈ വെള്ളരിവായനെ കൊണ്ടൊക്കെ ഞാൻ എപ്പോഴും ഒട്ടിച്ചു തീർക്കും ഭഗവാനെ. ഇടാ, വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ടോടാ, പോയി മേടിച്ചോടാ. A few moments later. എന്തിനാ എന്തിനാ സാധനം കൊണ്ട് എല്ലാം നോക്കി തന്നെ മേടിച്ചത്. എല്ലാ സാധനം ഉണ്ടോ അതിനകത്ത്? എല്ലാം ആവശ്യമായ എല്ലാ സാമഗ്രികളും. കണക്ടർ എടുത്തേ. എന്താണ് കണക്ടർ? കണക്ടർ ഇല്ലണ്ണ. കണക്ടർ മേടിക്കാൻ മറന്നുപോയി. എനിക്കിനി പോകാനൊന്നും ഭയം. നിങ്ങൾ പചാണം വേറെ പചാണം മേടിച്ച് ഒട്ടിച്ചാണ്. വേറൊരു പൈപ്പും കണക്ടർ ഇവിടെ കാണുന്നടാ. തലക്കട അതെടുത്തങ്ങ് വേടാ. അത് കള്ളത്തരം ഒക്കെയാണ്. വെള്ളം വന്നു. ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തവിടെ ആരുടെ ടാപ്പ് തുറന്നത്? നീ തുറന്നടേ. അണ്ണം പറയുന്നത് ഞാൻ തുറക്കണം. അത് കള്ളത്തരം ഇല്ലയാണ്.
മെമ്പറേ ആ ശിവണ്ണന്റെ വീട്ടിലൊക്കെ വെള്ളം കയറി കിടക്കുക. അവിടുത്തെ അമ്മൂമ്മയൊക്കെ വെള്ളത്തിൽ കിടന്ന് നീന്തി കളിക്കുക. അവിടുത്തെ പൊടിക്കൊക്കെ ഡോൾഫിൻ ചാടുന്നൊക്കെ ചാടി കളിക്കുന്നത്. അതിന് അവിടെ എങ്ങനെ വെള്ളം വന്നു? അവിടെ എങ്ങനെ വെള്ളം വന്നു? അവിടെ എങ്ങനെ വെള്ളം വന്നു? അവിടെ പൈപ്പിട്ടല്ലോടാ വെള്ളം വരാൻ. അവിടെ പൈപ്പിൽ കൂടെ അല്ലല്ലേ വെള്ളം വന്നത്? ആ പൈപ്പിൽ കൂടെ അല്ല അവിടെ വെള്ളം വന്നത്. പിന്നെ അവിടെ എങ്ങനെ വാട്ടർ നിറഞ്ഞു? അവിടെ വെള്ളം വന്നതാ. നെറ്റ് വെച്ചേക്കുന്ന വൈഫൈ മോഡത്തിൽ കൂടെ വെള്ളം വന്നേക്കുന്നത്. മണിയാ, ഓ എന്തിനാ പറ? ദീനെ 2 പൈപ്പ് എടുത്ത് വീട്ടിൽ കൊണ്ടുവരണം കേട്ടോ. അതെന്തരനെ? അവിടെ പിള്ളേർക്ക് പഠിക്കാനേ വൈഫൈ ഇല്ല. ക്ലൈമാക്സ് ആയ എണ്ണ ഇല്ലടാ, മാമന്റെ ഒരു ആന്റി ക്ലൈമാക്സും ഉണ്ട്. എങ്ങനെയുണ്ട് മെമ്പറേ എൻ്റെ ഒട്ടിപ്പ്?